പഞ്ച് ബ്രേക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വടക്കറി. അതിന് എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടിയെന്ന് നോക്കാം. ഒരു ഗ്ലാസ് ഉഴുന്ന് നമ്മൾ വെള്ളത്തിൽ കുതിർത്താനിട്ടു. അതൊരു അരമണിക്കൂർ വേണം. 1/4 മണിക്കൂർ കുതിർത്തതിന് ശേഷം അതിനെ വെള്ളം ഇല്ലാതെ മിക്സിയിൽ അരച്ചതാണ്. അതിൻ്റെ കൂടെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ചേർത്ത് ഉഴുന്ന് വെള്ളമില്ലാതെ അരച്ചത്. ഇനി ബാക്കി സാധനം എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം. ഒരു വലിയ സവോളയാണ് ഈ കറിക്ക് കൂടുതലായിട്ട് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പം ഒരു വലിയ 3 സവോള അല്ലെങ്കിൽ 4 സവോള എടുത്തോണം. ഉരുളക്കിഴങ്ങ് ഒരു 4 എണ്ണം ചെത്തി വൃത്തിയാക്കിയത്. ഇനി തൊണ്ടമുളക് എന്ന് പറയും, ഇതാണ് ഈ കറിക്ക് ടേസ്റ്റ് വരുത്തുന്നത്. അപ്പോൾ അതൊരു 5 എണ്ണം. 5 ഇത്രയും സാധനങ്ങളാണ് ഇതിന് വടക്കറിക്ക് വേണ്ടിയത്. ഇനി അതിന് വേണ്ടി അരപ്പൂടെ നമുക്ക് നോക്കിയേക്കാം. മഞ്ഞൾ ഒരു 1/4 ടീസ്പൂണാണ്. മുളക് പൊടി 1.5 ടീസ്പൂൺ. അല്ല, മുളക് പൊടി 2 ടീസ്പൂണേ. മല്ലിപ്പൊടി 1.5 ടീസ്പൂൺ. ഇറച്ചിക്കൂട്ട് ഒരു 1.5 ടീസ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടിയത്. ഇനി ആവശ്യത്തിന് നമ്മൾ ഉപ്പ്. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഉഴുന്ന് ചെറിയ ചെറിയ ഉണ്ട പിടിച്ച് വടയ്ക്ക് വേണ്ടി എണ്ണയിലിട്ട് വറുക്കുക. ചെറിയ ഷാലോ ഫ്രൈ നടത്തുക. ഇത് ഓരോ സൈഡ് തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയ ബ്രൗൺ കളർ വടയുടെ ഭാഗത്തിന് വറുത്തെടുക്കുക. ഉഴുന്ന് വടയുടെ ഭാഗത്തിന്. ഉഴുന്ന് വട പാകത്തിന് വറുത്ത് കഴിയുമ്പോൾ അത് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്ത് വെക്കുക. ഒരു പാത്രത്തിൽ ഒരു ഉരുളിയിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന സവാള അരിഞ്ഞതും പൊട്ടറ്റോ അരിഞ്ഞതും തൊണ്ടമുളകും ഇട്ട് വഴറ്റുക. വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ പൊടികൾ മഞ്ഞൾ, മുളക്, മല്ലി, ഇറച്ചിക്കൂട്ട് ഇതിട്ട് 10 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റുക. അപ്പോൾ പച്ചമണം എല്ലാം പോയി കിട്ടും. അരപ്പ് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറിക്കഴിഞ്ഞാൽ 2 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ അടച്ചു വെച്ച് വേവിക്കുക. നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് പാല് അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് ഒരു 10 മിനിറ്റ് അതും നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. നമ്മുടെ ഈ കറിയിലേക്ക് നമുക്കൊരു കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിന് വേണ്ടുന്ന 1 സ്പൂൺ കടുക് എണ്ണയിൽ പൊട്ടിയതിന് ശേഷം കൊച്ചുള്ളി ചേർത്ത് വറ്റമുളക് ചേർത്ത് വറുത്തെടുത്ത് നമ്മുടെ കറിയിൽ ചേർക്കുക. ഇതോടൊപ്പം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ഉഴുന്ന വടയും കൂടി ചേർക്കുന്നതോടുകൂടി സ്വാദിഷ്ടമായ വടക്കറി റെഡി.